ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണെന്ന്. ഇന്ന് എക്സാമും ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ലഞ്ചും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം ചെയ്ത് വെക്കും. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആമിക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കറി വെച്ചു. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് രാവിലെ പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് രസം ഉണ്ടായിരുന്നു, അതും അവൾക്ക് കൊടുത്തു വിട്ടു. പിന്നെ രാവിലെ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത്. പഴങ്കഞ്ഞിയായിട്ടല്ല, കഞ്ഞിയില്ലേ, നമ്മൾ രാവിലെ ചോറ് വയ്ക്കുമ്പോഴത്തേനും ഞാൻ ആ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടേക്കും. ചൂടോടുകൂടി തന്നെ വെള്ളം ഒഴിച്ചിട്ടേക്കും. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ തുണികൾ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി വിരിച്ചു. അതിനുശേഷം താഴേക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ സ്റ്റൗവിൽ കുറേ നാളായിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ഇന്നൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇന്ന് ഇപ്പോൾ നമ്മൾ മന്ത്ലി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു തവണ നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അഴുക്ക് പിടിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ ബർണറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സ്റ്റൗവും കൂടി ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ബർണറിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടാകാതെ ഇരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ വരുന്ന അങ്കിളാണിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനതും ചെയ്യാറുണ്ട് കേട്ടോ. നൈറ്റാണ് അത് ചെയ്യുന്നത്. പിന്നെ സ്റ്റൗവിൻ്റെ റിങ്ങും എല്ലാം കഴുകി ഒന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡസ്റ്റൊക്കെ ആകാറുണ്ട്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഡസ്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ തന്നെ ഡെയിലി ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇതുപോലൊരു ഡീപ്പ് ക്ലീനിങ് ഒരു മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ചെയ്യണം. നമ്മുടെ വീടിൻ്റെ വലുപ്പത്തിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വീട് എത്രത്തോളം വൃത്തിയായി കിടക്കുന്നു എന്നുള്ളതനുസരിച്ച് മാത്രമായിരിക്കുള്ളൂ നമ്മുടെ ആരോഗ്യം, അല്ലേ? നമ്മളിപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊന്നും ആയിരിക്കരുത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ ഹെൽത്തും നന്നായിട്ടിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ. പിന്നെ തീരെ കുഞ്ഞു മക്കളുള്ള വീടുകളിലാണെങ്കിൽ അമ്മമാർക്ക് സമയമൊന്നും കാണത്തില്ല. അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തൊക്കെ കുറേശ്ശെ ക്ലീൻ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം പറ്റുന്ന സമയങ്ങളിൽ ക്ലീൻ ചെയ്തിടാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ ഡോറിലാണ് ആമി എഴുതി പഠിക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ചെറിയൊരു അലമാരയുണ്ട്, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലിവിങ് റൂം, ഈ ഹാളിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പൊടിയോ അഴുക്കാണ്. മിക്കവാറും ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും കൂടി നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നല്ലോ, ആ ഒരു ഹാങ്ങിങ് പോട്ട്സില്ല, അതിലൊക്കെ ഇഷ്ടംപോലെ മാറാലയൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുവരുകളിലല്ലേ, മേൽഭാഗത്ത് ഒരുപാട് ഇങ്ങനെ ചെറിയ പൊടികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ പൂജാ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ പൂജാ ഷെൽഫ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ മാസത്തിൽ ഒരു തവണ നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതാണ്. ഇവിടെയും ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിലും ഒരുപാട് ഇങ്ങനെ മാറാല പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് നല്ലോണം യൂസ് ആവുന്നുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് മുന്നേ മേടിച്ചതാണ്. നമ്മുടെ ഗ്രോസറീസ് എടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ബ്രഷാണിത്. ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് പോവുകയും ചെയ്യും. യൂസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്താൽ തന്നെ അതിനകത്തിരിക്കുന്ന ഡസ്റ്റ് എല്ലാം പോയി കിട്ടുകയും ചെയ്യും. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, കഴുകാനും പറ്റത്തില്ല ഒരു ഡസ്റ്റർ. പിന്നെ അതിന് ശേഷം നമ്മുടെ പൂജാ ഷെൽഫിലിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ കുറച്ച് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് തുടച്ചെടുത്തത്. അപ്പോൾ പൂജാ സാധനങ്ങൾ എപ്പോഴും ഇതുപോലെ ഫോട്ടോസൊക്കെ തുടച്ചെടുക്കുന്നത് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നല്ല മണവും കാണും, നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. വെള്ളത്തിൽ തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്.
അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് റോസ് വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ ഇവിടെ നമ്മുടെ പൂജാ ഷെൽഫിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഷെൽഫുകളും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിന് ശേഷം നേരെ നമ്മൾ ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാൽക്കണിയിൽ ഈ ഒരു ചെറിയൊരു ചെരുപ്പ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ ചെരുപ്പുകൾ ആവശ്യമില്ലാത്തതും ആമിയുടെയൊക്കെ പഴയ ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനെടുത്ത് കളയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഉപയോഗമില്ല, കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ചിലതൊക്കെ ചെറുതായി പോയിട്ടുണ്ട്, ചിലതൊക്കെ കീറിയതും പൊട്ടിപ്പോയതും പൊളിഞ്ഞതും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉപയോഗമുള്ളത് മാത്രം വെച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചെരുപ്പുകൾ ഇതിൽ ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ പുള്ളി പുറത്ത് പോയേക്കുവാണ്. വന്നതിന് ശേഷം ചോദിച്ചിട്ട് എടുത്ത് കളയാനായിട്ട് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാൽക്കണിയിൽ ഈ ചെടികൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട്, ഇപ്പോൾ ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകൾ കൊഴിഞ്ഞിട്ട് ഒരുപാട് അഴുക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ബാൽക്കണി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരി മോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്തു. ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ റൂം ഒന്ന് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇടിഞ്ഞിലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വിഷുവൊക്കെ വരുമ്പോഴത്തേനും കണിയൊക്കെ വെക്കാനായിട്ട് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ലഞ്ച് കഴിച്ചു. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ കൈയോടെ തന്നെ പാത്രങ്ങൾ കഴുകിയിട്ടു. കാരണം ഇതിനി ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ആയാലും കഴുകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ കൈയോടെ തന്നെ ഞാനത് കഴുകി വെച്ചു. ഇതിനിടയിൽ നല്ല ചൂടാണ് പുറത്ത്. ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നന്നായിട്ട് വിയർത്ത് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ആമി വരുന്നതിന് മുന്നേ തന്നെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് സ്നാക്ക് പോലെ ഓട്സിൻ്റെ ലഡുവാണ്. അപ്പോൾ ഓട്സ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. തണുക്കുന്നതിനിടയിൽ തന്നെ ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേനും അത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മുടെ ഓട്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ഓട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1/4 കപ്പോളം പഞ്ചസാരയും ഒരു 3 ഏലക്കായും കൂടി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം പഞ്ചസാര എടുക്കാം. ഞങ്ങൾക്കിവിടെ മധുരം വളരെ കുറച്ച് മതി. അതിനുശേഷം നന്നായിട്ട് അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ തന്നെ ആ ഒരു ഓട്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫൈനായിട്ട് പൊടിക്കരുത്, റവയുടെയൊക്കെ ഒരു പരുവത്തിന് പൊടിച്ചാൽ മതി ഓട്സ്. ആ ഏലക്കയുടെയും പഞ്ചസാരയുടെയും കൂട്ടിൽ തന്നെയാണ് നമ്മൾ ഓട്സും കൂടി ഇട്ട് അടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ആവശ്യത്തിന് തേങ്ങ, ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങ മാക്സിമം ഇടുന്നതിനനുസരിച്ച് നന്നായിട്ട് ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും, നിങ്ങളത് പേടിക്കുകയൊന്നും വേണ്ട. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് പരുവം നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് നിങ്ങൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി ഇങ്ങനെ എടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ മുന്തിരിയോ കറുത്ത മുന്തിരിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ വെറുതെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്, നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. മാമി സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എക്സാമാണ് അവൾക്കിപ്പോൾ 2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവളെത്തും. അതിന് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആമി വന്നപ്പോഴത്തേനും ഞാൻ അവളുടെ എക്സാം പോർഷൻസൊക്കെ ക്വസ്റ്റ്യനും ആൻസറൊക്കെ ഒരു നോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോ എക്സാമിനും ഞാനിങ്ങനെ നോട്ട്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്, വേസ്റ്റ് കളയാൻ പോയപ്പോഴത്തേനും വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി ഞങ്ങൾ ചീര എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ചീര ഐറ്റംസ് ഡയറ്റിൽ ചോറിൽ ഉൾപ്പെടുത്താറുണ്ട്. ചൂടൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ ചീരയിൽ നല്ലോണം മണ്ണുണ്ട്, അതുകൊണ്ടാണ് കുറേ വെള്ളത്തിൽ കഴുകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ബോക്സുകളിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് രാവിലെ തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, വിളക്കൊക്കെ ഒന്ന് കൊളുത്തി ഒന്ന് പ്രാർത്ഥിച്ചു.
പിന്നെ വേറെ ഇതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആമി എൻ്റെ കൂടെ തന്നെ വന്ന് നിൽപ്പുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നത് നോക്കിക്കൊണ്ട്. പിന്നെ രാത്രി ഒന്നുകൂടി അവൾക്കൊന്ന് റിവിഷൻ ചെയ്യണം. പിന്നെ ഇതിനിടയിൽ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.